കേരളയുടെ ഇന്ത്യൻ സിറ്റിസൺ സൈന് വോയിസ് ഇങ്ങനെ വരും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ എല്ലാത്തിനും മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സിറ്റിസന് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ കാര്യം പറയാം. ഗവൺമെൻറ് ഓഫ് കേരളൻ്റെ RTI ആണ്. അപ്പം ജയിലിലെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പം ഡിസ്ട്രിക്ട് ജയിൽ ആലപ്പുഴ, എറണാകുളം, കൊല്ലം, കോട്ടയം, മാനന്തവാടി, പാലക്കാട്, തിരുവനന്തപുരം. പിന്നുള്ളത് സ്പെഷ്യൽ സബ് ജയിൽ ദേവികുളം, ഇരിഞ്ഞാലക്കുട, കാസർഗോഡ്, കൂത്തുപറമ്പ്, കൊട്ടാരക്കര, മൂവാറ്റുപുഴ, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം, ആലുവ, എറണാകുളം, പിന്നെ മട്ടാഞ്ചേരി സബ് ജയിൽ വിയ്യൂർ. അപ്പം ജയിൽ ഇത്രയേ ഉള്ളൂ RTI ചോദിക്കാൻ കഴിയുന്നത്. നമ്മളെ കണ്ണൂർ മുങ്ങിയ മാട്ടൂരിലെ പല ബിൽഡിങ്ങും മുങ്ങിയിട്ടാണ് കിടക്കുന്നത്. ടാക്സൊന്നും നടക്കാണ്ട് കായൽ തീരം തന്നെ നടക്കുന്നില്ല. എന്നിട്ടും കായൽ തീരം ഭയങ്കര പരിപാടിയാണ്. അതേപോലെ RTIയിൽ ആരില്ല? കണ്ണൂരില്ല. കണ്ണൂർ ജയിലും ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്ത? അതറിയണമെങ്കിൽ നെക്കിക്കോ. അതുകൊണ്ട് ജയിലിൽ നിന്ന് വെറുതെ ഗോവിന്ദസ്വാമി ചാടീന്. ഗോവിന്ദസ്വാമി പറഞ്ഞതറിയോ? കണ്ണൂർ ജയിലാർ ശരിയില്ല. കണ്ണൂർ ACP ആണെന്ന് മൂപ്പരെ പിടിച്ചിന്. എൻ്റെ ACP ഇന്ത്യൻ സിറ്റീസിനോട് പറഞ്ഞു ഞാനാടാ പിടിച്ചിന്. ഞാൻ പറഞ്ഞു സാറ് പിടിച്ചെന്ന് പറഞ്ഞിട്ട് TV കാർ അങ്ങനെ ഒന്നല്ലല്ലോ പറഞ്ഞ്. TV കാർ പറഞ്ഞത് മാതൃഭൂമിയാന്ന് ആദ്യം കണ്ടിന്, മറ്റേ ഏഷ്യാനെറ്റാർ പറഞ്ഞു ആദ്യം കണ്ടിന്. പിന്നെയും ചോദിച്ച് സാധാരണ ജയിലിൽ ഇപ്പോൾ ACPയോട് ചോദിച്ച്, ACP എല്ലാം പരിചയമുണ്ട്. കാഷ്വൽ ടോക്കിൽ ചോദിച്ച് ഗോവിന്ദസ്വാമിക്ക് ജയിലിലെ ഡ്രസ്സ് വെള്ളിയും അല്ലേ, തുണിയും ഷർട്ടും അല്ലേ? തന്നെ. പിന്നെ എങ്ങനെ പാൻറ്റ് കിട്ടിയേ? എങ്ങനെ പാൻറ്റ് കിട്ടുക? അങ്ങനെ എന്തെല്ലോ ഉണ്ട്. അതുകൊണ്ട് കാക്കിയിലെ കലാകാരന്മാരിലുണ്ടെങ്കിൽ അനങ്ങാണ്ട് നിന്നോ. പിന്നെ അബ്രോഡിലെ കുറേ അവിടുത്തെ ലോ മാത്രം അംഗീകരിച്ച് നാട്ടിൽ വന്ന കാണിച്ചു കൂട്ടുന്ന ഫേക്ക് ലവേഴ്സിനോടും ഇന്ത്യൻ സിറ്റീസൺ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ വിട്ടില്ല. അപ്ലോഡ് വരെ ഉണ്ട് യൂട്യൂബിൽ. കമാൺ, സബ്സ്ക്രൈബ് ചെയ്യണ്ട, ഷെയർ ചെയ്താൽ മതി.